നിന്റെ നാട്ടിലെ ഫുട്ബോൾ ടൂർണമെന്റ് അല്ലേ? തവണ എന്താ പ്രത്യേകതകളൊക്കെ? കളി നിയന്ത്രിക്കണതേ ബ്രസീലിൽ നിന്നുള്ള റഫറിയാണ്. എവിടുന്ന്? ബ്രസീലിൽ നിന്ന്. എന്നിട്ട് പുള്ളി എവിടെയാ? അല്ല, മൂപ്പരാക്ക് വിസ കിട്ടിയില്ല, അപ്പൊ വരാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് എന്താ, ബ്രസീലിയൻ റഫറിമാരുടെ അതേ കരുത്തുള്ള ചങ്കൂറ്റുള്ള റഫറിമാരെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്തുക്കണം. നമ്മളോ? അല്ല, സംഘാടകര് സമ്മതിച്ച്. പിന്നെ സമ്മാനൊക്കെ എന്താ? മെസ്സി നെയ്മറൊക്കെ വരുമോ? അവരൊക്കെ വരാന്ന് ഏറ്റീന്ന്, പക്ഷെ അന്ന് കളി ഉണ്ട് അത്ര. സമ്മാനം എന്താന്ന് പറഞ്ഞില്ല. അതെ, ഇപ്രാവശ്യം കളിക്കാർക്ക് മാത്രമല്ല സമ്മാനം ഉള്ളത്, കളി കാണാൻ വരുന്നവർക്കുണ്ട്, നമ്മളെ ഫോളോവേഴ്സിനുണ്ട്. കായിക പ്രേമികളായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കാൽപന്തിന്റെ ഇന്ദ്രജാലം തീർക്കാൻ വിസ്മയ മട്ടുമലും GHSS ആദവനാട് PTA സംയുക്തമായി സംഘടിപ്പിക്കും 7ാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ്. ആദവനാടിന്റെ മുന്നിലിനി ഗോൾ മഴ പെയ്യും. ആവേശത്തിന്റെ 6ാം കടലിൽ തിരമാലകൾ തീർക്കാൻ ഫുട്ബോൾ പ്രേമികൾ നെഞ്ചിലേറ്റിയ പോരാട്ടം വീണ്ടും വരികയായി. 15 ദിവസത്തെ പോരാട്ടം. ഓരോ ദിവസവും ആ ദിവസത്തെ ടിക്കറ്റുകളിൽ നിന്നും ഭാഗ്യവാനായ ഒരു വിജയെ തെരഞ്ഞെടുക്കും. അങ്ങനെ ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മുടെ കൈവശം ഉണ്ടാവുന്ന 15 സൂപ്പർ വിന്നേഴ്സ്. യഥാർത്ഥ കളി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടാ. ഫൈനൽ ഡേന്റെ അന്ന് ഈ 15 വിജയികളെയും ചേർത്തിട്ടൊരു മെഗാ ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 2 ഭാഗ്യശാലികൾക്ക് ഗോപ്രോ ടൂർസ് ആൻഡ് ട്രാവൽസ് നൽകുന്ന ഒരു അടിപൊളി മണാലി ട്രിപ്പ്. അത് മാത്രമല്ല, നമ്മളെ ഫോളോവേഴ്സിന് ഒരാൾക്കും ഈ മണാലി ട്രിപ്പിൽ പങ്കെടുക്കാൻ പറ്റൂട്ടോ. അതിന് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ കൊളാബ് ചെയ്തിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഒരു കമന്റ് താഴെ ഈ കമന്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ പോകാനുള്ള അവസരം നൽകുന്നത് കേട്ടോ. പൊന്നാര മക്കളെ, മറക്കണ്ട, ജനുവരി 23 കളി കാണാൻ വന്നോളി, മണാലിയിലേക്ക് പറക്കാൻ തയ്യാറെടുത്തോളി. ഫുട്ബോൾ ആവേശം ഇനി മഞ്ഞു മലകളോളം ഉയരട്ടെ.